ഇന്നത്തെ ചാർജിങ് ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ജബ്രികളുടെ ടീമാണ്. അതായത് ജാസ്മിനും ഗബ്രിയും അടങ്ങുന്ന ടീമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോയിന്റ് നിലയിൽ ഒന്നാമത് നിൽക്കുന്ന ടീം ഇവരാണ്. ഇനി ഒരു ഗെയിമും കൂടിയാണ് ഉണ്ടാവുക. അതും കൂടി കഴിഞ്ഞാൽ ആ വിജയിക്കുന്ന ടീമിൽ നിന്നായിരിക്കും ക്യാപ്റ്റൻ ഉണ്ടാവുക. ആ ക്യാപ്റ്റൻ തീരുമാനിക്കും ആരായിരിക്കണം പവർ റൂമിലേക്ക് വരേണ്ടതെന്ന്. പക്ഷേ ഇന്നത്തെ ഗെയിം കണ്ടവർക്കറിയാം ബിഗ് ബോസിൻ്റെ കളികൾ എന്താണെന്നുള്ളത്. ബിഗ് ബോസ് അവിടെ ഓരോരുത്തരുടെ ഫോട്ടോകൾ അവരവരുടെ ഫോട്ടോ അവരാരും എടുക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്ത് ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കണം എന്നൊരു ഗെയിമായിരുന്നു. കഴിഞ്ഞ സീസണിലും ഇതുപോലെ പാവ കൊണ്ടുവയ്ക്കുന്നൊരു ഗെയിം നടത്തിയിരുന്നു. അതുപോലത്തെ സെയിം തന്നെ ഇപ്പോഴത്തെ ഗെയിമും. പക്ഷേ ഇവിടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും 2 ചാർജിങ് സ്റ്റേഷൻ വീതം ബിഗ് ബോസ് അവിടുന്ന് എടുത്തു മാറ്റിയിരുന്നു. അപ്പോൾ രണ്ട് പേര് വെച്ച് ആ ഗെയിമിൽ നിന്ന് ഓരോ റൗണ്ടിലും ഔട്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്നത് എന്ന് പറയുന്നത് സെയിം ടീമിലുണ്ടായിരുന്ന 2 പേരാണ്. അതായത് ഗബ്രിയും ജാസ്മിനും, പിന്നെ ഒരാളുണ്ടായിരുന്നത് ഋഷി. ഇവർ 3 പേരാണ് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചത്. ഈ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുമ്പോൾ ഒരൊറ്റ ആൾക്ക് ഫോട്ടോ കൊണ്ടുവയ്ക്കാനേ അവിടെ സാധിക്കുള്ളൂ. എന്നാൽ സ്വന്തം ഫോട്ടോ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഗബ്രി ജാസ്മിൻ്റെ ഫോട്ടോ എടുക്കും, ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എടുക്കും. അവിടെ ഋഷിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ആളില്ല. ഋഷി സ്വന്തം ഫോട്ടോ എടുത്താൽ ഋഷിക്ക് അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും അത് അവരുടെ ടീം മാത്രമേ വിജയിക്കൂ, ജാസ്മിൻ്റെ ടീം അല്ലെങ്കിൽ ഗബ്രിയുടെ ടീം മാത്രമേ വിജയിക്കൂ എന്നുള്ളത് ബിഗ് ബോസിന് നല്ല വ്യക്തമായിട്ട് അറിയാം. അവരെ പവർ റൂമിലേക്ക് കൊണ്ടുവരാനും അവരിലൊരാൾ അവിടെ ക്യാപ്റ്റൻ ആവാനും ബിഗ് ബോസ് നടത്തിയ ഒരു കളി അല്ലെങ്കിൽ ഒരു ഗെയിം, അത് ബിഗ് ബോസിൻ്റെ ആവശ്യകതയാണ്. അവിടെ ഗബ്രികൾ അല്ലെങ്കിൽ ജബ്രികൾ അവിടെ നിൽക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ആവശ്യകതയാണ്. അവർക്ക് വോട്ട് കുറവുണ്ട്. അതിൽ ജാസ്മിൻ അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഗബ്രിക്ക് വോട്ട് കിട്ടുന്നില്ല അധികം. അങ്ങനെ വരുന്ന സമയത്ത് അവരെ സേഫ് ചെയ്യേണ്ടത് ബിഗ് ബോസിൻ്റെ ആവശ്യകതയാണ്. അവരവിടെ നിന്നാലേ ബിഗ് ബോസിൽ കണ്ടൻറ് ഉണ്ടാവുള്ളൂ, കണ്ടൻറ് ഉണ്ടായാലേ ബിഗ് ബോസ് സീസൺ 6 ഓടുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരിലൊരാൾ ക്യാപ്റ്റൻ ആവുകയും അവർ പവർ റൂമിലേക്ക് വരികയും അങ്ങനെ വരുന്ന സമയത്ത് 2 ആഴ്ചയോളം അവർ സേവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് പറയുന്നു, അവരാരുടെ ഫോട്ടോ അവർക്ക് എടുക്കാം, എന്നിട്ട് ആരാദ്യം കൊണ്ടുവയ്ക്കുന്നോ അവർക്ക് വിജയിക്കാമെന്ന്. ഇവിടെ ഋഷീനെ മത്സരിപ്പിക്കേണ്ട ആവശ്യം, ഫൈനൽ റൗണ്ട് നടത്തേണ്ട ആവശ്യം പോലും വരുന്നില്ല. എങ്ങനെ പോയാലും അവരുടെ ടീം വിജയിക്കും എന്നുള്ള കാര്യം 100% ഷുവറാണ്. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഫൈനൽ റൗണ്ട് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഋഷിക്ക് സ്വന്തം ഫോട്ടോ വെക്കാൻ പറ്റത്തില്ല. അവർ 2 പേരും പരസ്പരം മത്സരിക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരാളുടെ ഫോട്ടോ അവിടെ കൊണ്ടുവയ്ക്കും, അവരുടെ ടീം വിജയിക്കുള്ളൂ. പിന്നെ അവിടെ ഒരു ഫൈനൽ റൗണ്ടിൻ്റെ ആവശ്യകതയെ വരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് അവിടെ വിചാരിച്ചത് എങ്ങനെ പോയാലും ജബ്രികളെ ക്യാപ്റ്റൻ ആക്കണം, അവരെ പവർ റൂമിലേക്ക് കയറ്റണം എന്നുള്ളത് തന്നെയാണ്. ആ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. അവരവിടെ വിജയിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ഇപ്പോൾ അവരുടെ ടീമിന് തന്നെയാണ്. നെക്സ്റ്റ് ഒരു ഗെയിമും കൂടി അവർ പോയിന്റ് നേടിക്കഴിഞ്ഞാൽ അവരുടെ ടീമിൽ നിന്ന് തന്നെയായിരിക്കും ക്യാപ്റ്റനും പവർ റൂമും ഒക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഒരു മാരക ഗെയിം തന്നെയാണ്. അവരുടെ പ്ലാനിനനുസരിച്ചാണ് ഓരോ മത്സരാർത്ഥികളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിക്കുന്നത്. ഒരാളെ നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ ബിഗ് ബോസിൻ്റെ പ്ലാൻ തന്നെയാണ്. പക്ക ഗെയിം ബിഗ് ബോസ് ആണ് അവിടെ ഗെയിം എന്ന് പറയുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്നത്.